ആൾക്കെല്ലാം കേൾക്കുന്നുണ്ട് സുനിൽ ഡോക്ടറെ. അല്ല ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ മറുപടി പറയാമോ? ഏയാ എക് ബ്രദറിനാണ് ഞാൻ മറുപടി പറയുന്നത്. എക് ബ്രദർ എനിക്ക് സത്യത്തിൽ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ താങ്കൾ. അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് 2 ചോദ്യം വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യം, അതായത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഡിനൈ ചെയ്യുന്നത് ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ ഓതന്റിക് ഇതിന്റെ ബേസിലാണ്. അല്ലാണ്ട് നിങ്ങൾ തഫ്സീറിലോ മറ്റെവിടെയെങ്കിലും കണ്ടതോ പറയുന്നതോ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല അതിനുവേണ്ടി വാദിക്കുകയാണ്, അത് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ഒരു കാര്യമില്ല. അതിന് ഞാൻ ഇനി പ്രൂഫായിട്ട്, ഞാൻ വെറുതെ എന്റെ ഒരു വിശ്വാസമല്ല, ഞാൻ അതിന് പ്രൂഫായിട്ട് എക് ബ്രദറിന് ഞാനൊരു ഹദീസ് തരാം. ഓക്കെ, ജസ്റ്റ് സെർച്ച് ചെയ്യുക. സഹീഹ് ബുഖാരിയാണ് 5267 എന്ന് പറയുന്ന ഒരു ഹദീസ്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വചനം വരുന്നത് വെറുതെ ഒന്നുമല്ല. ഇതിപ്പോ നിങ്ങളിപ്പോ തൊട്ട് മുന്നേ സുനിൽ എന്ന് പറയുന്ന ബ്രദർ ഒരു ഇതിട്ടുണ്ട്, അതിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. ഒരു അങ്ങനെ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയാൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഈ കൃത്യമായിട്ട് ഈ വചനം എങ്ങനെ അവതരിച്ചു എന്നുള്ള കൃത്യമായിട്ട് പറയുന്ന വചനമാണ് 5267 എന്ന് പറയുന്ന വചനം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു തേൻ കുടിയ വെച്ച ഒരു കാര്യമായിട്ട്. അത് ശരിക്കും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാവും. 5267 നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ ആ ഒരു വചനത്തിന്റെ ബേസിലാണ് ഞാൻ ഇത് ഡിനൈ ചെയ്യുന്നത്, അല്ലാണ്ട് എന്റെ വിശ്വാസമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസമോ അല്ല. ഇത്തരം ഒരു കാര്യം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വയൽക്കാരിയുടെ വീട്ടിൽ കിട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്ന ആളാണ് അത് നിങ്ങളുടെ പ്രവാചകൻ. അത് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്, അത് നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് നിങ്ങളുടെ തലയിൽ അത് അടിച്ചേൽപ്പിക്കുന്നത്? ഫാൽക്കൺ. നിങ്ങൾ എന്തിനാണ് ഇത് വാദിക്കുന്നത്? ആരാണ്? നിങ്ങൾ വാദിക്കുകയാണല്ലോ ഇതിവിടെ. ഞങ്ങളുടെ കാര്യം വിടു ബ്രദറെ, ഞങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും തെളിവ് ഇല്ല, ഞാൻ ഇടപെടും ബ്രദറെ. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് തീർത്തോട്ടെ. ഞാൻ 5 പോയിന്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്വി ബ്രദർ നിർത്താൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിർത്തി ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറഞ്ഞത്. പക്ഷെ ഇയാൾ എന്താണ് ഈ പറയുന്നത്? ഹാരിസ് മദനിയോട് ഒരാൾ ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആ റൂമിലുള്ളപ്പോ ഹാരിസ് മദനിയോട് ചോദിക്കുന്നു, എന്റെ ഉസ്താദെ, എന്തിനാണ് അള്ളാഹുവിന് ഈ ഐഷ ബീവിയുടെ ഈ പ്രശ്നം, വേലക്കാരിയുടെ പ്രശ്നം ഉണ്ടായപ്പോ ആളെ അങ്ങ് വേറെ മാറ്റിവിട്ടായിരുന്നു? എന്തിനാണ് ഈ സ്ത്രീയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയത്? 66-ാം അധ്യായം ഇറങ്ങാൻ കാരണം തന്നെ അതാണല്ലോ. തഹരീം ഇറങ്ങാൻ കാരണം അത് തന്നെയാണല്ലോ. അള്ളാഹു ഈ അവസ്ഥ അങ്ങ് മാറ്റിയാ പോരായിരുന്നില്ലേ? എന്തിനാണ് നമ്മുടെ റസൂല് പോയിട്ട് മാരിയത്തുൽ കിബ്തിയെ പോയിട്ട് പിടിക്കാൻ പോയത്? ഇങ്ങനെ ഈ സംഭവം അങ്ങ് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികളും മറ്റുള്ളവരും ഒക്കെ അവർക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നില്ലേ? അള്ളാഹു വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോ ഇതേ ഹാരിസ് മദനി പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? നമ്മളൊക്കെ കേട്ടതാണ്, ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അള്ളാഹു ഓൾറെഡി ആയത്തിറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആയത്തിറക്കണ്ടേ? അപ്പൊ ആയത്തിറങ്ങണമെങ്കിൽ ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കണമായിരുന്നു. അതുകൊണ്ട് ആയത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ മാരിയത്തുൽ കിബ്തിയെ അദ്ദേഹം പ്രാപിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ് നമ്മൾ അവരുടെ തലയിൽ കെട്ടിവെച്ചു എന്ന്. ഈ പറയുന്നത് കുറച്ച് ബോധത്തോടെ പറയണം. ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല ഫാൽക്കനെ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ. വി ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. But we are asking, Madriga, is it a model for a prophet of any age? For any age, is it a model? Okay. നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയും ദാവീദ് അങ്ങനെ ചെയ്തില്ലേ, ലൂത്ത് അങ്ങനെ. അത് ഞങ്ങൾക്ക് മോഡൽ അല്ല. നമ്മൾ അഗെയിൻ ആൻഡ് അഗെയിൻ വി ആർ സേയിങ് ദാവീദിന്റെ ആ പ്രവൃത്തി മോഡലേ അല്ല. അതിനുശേഷം ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിച്ച് ദൈവം പുറത്തു കൊടുക്കുന്നു. പക്ഷെ കോൺസിക്വൻസ് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം മുഹമ്മദ് ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണോ ചെയ്തത്? അല്ല. ഉടനെ അല്ലാഹു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആയത്തിറക്കുന്നു, നിനക്ക് നിന്റെ ഭാര്യമാരെ എല്ലാം ഞാൻ മാറ്റി വേറെ വഴക്കുണ്ടാക്കാത്ത ഭാര്യമാരെ തരാം, നീ കണ്ടിന്യൂ ചെയ്തോ എന്നാണ് ഇവിടത്തെ മെസ്സേജ്. അതാണ് നമ്മൾക്ക് പ്രശ്നം. ഒരു മനുഷ്യനെ തെറ്റ് സംഭവിക്കാം, ഓക്കെ, പക്ഷെ അത് മാതൃകയാണെന്ന് പറഞ്ഞുകൂടാ. സോ ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഓക്കെ, നൗ യു ക്യാൻ ടേക്ക് ഇറ്റ് അഹെഡ് ഇക്വിപ്പ്. ഫാൽക്കൺ ബ്രദറെ, മോള് പിൻ ചെയ്ത ഹദീസ് വായിച്ച? ഫാൽക്കൺ ബ്രദറെ, മോള് പിൻ ചെയ്ത ഹദീസ് വായിച്ച?
എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണത് അത് തെറ്റാണെന്ന്? അത് സഹിയാണല്ലോ. ഫാൽക്കൺ ബ്രദർ വീണ്ടും പോയി. പുള്ളിക്കാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഐ തിങ്ക് ഹി ഈസ് ലീവിങ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പോവാണ്. ഹലോ സോറി സുനിൽ ഐ വാസ് ആക്ച്വലി ടോക്കിംഗ് ബട്ട് ഐ വാസ് മ്യൂട്ടഡ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഇന്ന് കയറി വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ക്ലബ് ഹൗസിൽ കയറി വന്നാൽ ഞങ്ങൾക്ക് ചാൻസ് കിട്ടാറില്ല സംസാരിക്കാൻ. ഞങ്ങൾ വൺ സൈഡഡ് ആയിട്ടിരുന്ന് കേൾക്കേണ്ട അവസ്ഥയാണ്. വളരെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ അതായത് പറയുന്നതെല്ലാം വളരെ മോശമായിട്ട് ഞങ്ങൾ സേക്രഡ് ആയിട്ട് കാണുന്നതിനും അതിനെല്ലാം നിങ്ങൾ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ഞങ്ങൾ ഒരു റിപ്ലൈ തരാൻ അവസരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് താഴെ പോയിരുന്നാലും മതി. പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോ ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹം നല്ല നിലയിൽ പറഞ്ഞു അവതരിപ്പിച്ചു എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ അതായത് ഇപ്പൊ എക്കി ബ്രദർ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് പറഞ്ഞു, ഇത്തരം ഒരു കാര്യം നടന്നിട്ടില്ല. ഹാരിസ് മദനിയുടെ കാര്യം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു. ഹാരിസ് മദനെ അതിനെ ക്ലിയർ ആയിട്ട് റെഫ്യൂട്ട് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു വീഡിയോ ആണ്. അതിന്റെ ഇനീഷ്യൽ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ സീരീസ് ഓഫ് വീഡിയോസ് അതിന്റെ ഇറക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒത്തിരി ഓതന്റിക് സ്ക്രിപ്റ്റേഴ്സ് എടുത്തുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ പോയി നോക്കി കാണാം. ഇത് അദ്ദേഹം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ മുസ്ലിം സ്കോളേഴ്സും ഇത് അങ്ങനെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഒരു കാര്യം ഇല്ല എന്നുള്ളത്. അതാണ് ഞാൻ ചോദിച്ചു എക്കി ബ്രദറിനോട്, ഇതാ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെന്ന്. അപ്പൊ അത് പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ഫാൽക്കൺ ബ്രദറെ ഒന്ന് ഹദീസ് ദയവ് ചെയ്തിട്ട് വായിക്കൂ പ്ലീസ്. ഞാൻ വായിച്ചു സുനിൽ, ഞാൻ വായിച്ചു. ഇവിടെ ഈ ഹദീസില് നിങ്ങൾ പറയുന്നത് 3959 ഈ പറയുന്ന കോണ്ടെക്സ്റ്റ്, അതായത് ഈ 66ന്റെ 1 ആണല്ലോ കോണ്ടെക്സ്റ്റ്, അതുമായി കണക്ട് ചെയ്യുന്ന ഒന്നും അവിടെ പറയുന്നില്ല. ഇനി അതുമായിട്ടാണ് നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കൃത്യമായിട്ട് വേറെ ഹദീസ് ഇട്ടിരുന്നു, 5267 എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വചനം അവതരിച്ചതിന്റെ കാര്യം എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനെ വേറെ രീതിയിൽ ലിങ്ക് ചെയ്ത് ഒരു എന്താ പറയുന്നത് നമ്മുടെ തലയിലേക്ക് ശരിക്കും കെട്ടിവെക്കുകയാണ്. ഇനിയിപ്പോ അത് ഏതായാലും അങ്ങനെ സ്റ്റോറി സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. അതിനുള്ള ഒരു തെളിവ് നിൽക്കില്ല. ഇത് പലരുടെ അഭിപ്രായമാണ്, മറ്റു രീതിയിലാണ് ഈ കാര്യങ്ങൾ. ഇനി അത് കൂടാതെ ബ്രദർ എന്നോട് ചോദിച്ചു, മറ്റൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ സംഭവം നടന്നാൽ അംഗീകരിക്കുന്നു വെച്ചു. ഒരിക്കലും അംഗീകരിക്കില്ല. ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്, ഒരിക്കലും അംഗീകരിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പോലെ ഞാൻ ഇങ്ങനെ ഒരു റേഡിയോ ഇതുപോലെ ലിസണറായിട്ട് ഒത്തിരി കേൾക്കേണ്ടി വരും. എനിക്ക് ബ്രദറെ ദയവ് ചെയ്തിട്ട് ഒന്ന് ഹദീസ് പ്ലീസ് ഒന്ന് ഞാൻ പോയിക്കോട്ടെ പോയിക്കാണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. It was narrated from Anas that the messenger of Allah had a female slave with whom he had intercourse. But Aisha and Hafsa would not leave him alone until he said that she was forbidden for him. Then Allah the Mighty and Sublime revealed, O Prophet, why do you forbid for which Allah has allowed to you until the end of the verse? ഇത് സഹിയാണ്. 3959 ക്ലിയറിലായിട്ട് എഴുതിയിട്ടുണ്ട്, സ്ലേവ് ആയിട്ട് സെക്സ് ചെയ്തു എന്ന്. ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത്? ഞാൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? സുനിൽ ബ്രദറെ, എനിക്കൊന്ന് എന്റെ മറുപടി കേൾക്കാൻ സമയം തരുമോ? ആദ്യം അത് ചോദിക്കട്ടെ. പറയൂ ബ്രദറെ, പറയൂ. അതായത് നിങ്ങൾ ഇവിടെ വയ്ക്കുന്ന അലിഗേഷൻ എന്താ? ഒരു സ്ലേവ് ആയിട്ട് സെക്സ് ചെയ്തെന്നുള്ളതാണോ, അതെയോ ഹഫ്സയുടെ വീട്ടിൽ ചെന്ന് സെക്സ് ചെയ്യുന്നുള്ളതാണോ പ്രശ്നം? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. സ്ലേവ് ആയിട്ട് സെക്സ് ചെയ്തതാണോ പ്രശ്നം നിങ്ങൾക്ക്? ഈ ഹദീസിൽ എന്താ ഞാനിപ്പോ വായിച്ചത്? ഈ സ്ലേവ് ആയിട്ട് സെക്സ് ചെയ്ത ഹദീസിൽ എവിടെയും പറയുന്നില്ല. ഹഫ്സയുടെ വീട്ടിൽ വെച്ചാണ് ഇന്റർകോഴ്സ് ചെയ്തതെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഹദീസിൽ? ഓക്കെ ഫാൽക്കൺ, ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് വായിക്കാം. ഞങ്ങൾ നിങ്ങളുടെ സോഴ്സിൽ നിന്ന് വായിച്ചിട്ട് പോലും നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു.
അത് വളരെ എനിക്കറിയാം നിങ്ങൾക്ക് അതിനകത്ത് നാണക്കേട് ഉണ്ടാവും. നിങ്ങളുടെ സോഴ്സസ് അല്ല, തന്നെ നിങ്ങൾക്ക് ബ്രദറെ, ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്ന അലിഗേഷൻ എന്താണ്? അതായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയുടെ മുമ്പിൽ, ഭാര്യ ഇല്ലാത്ത സമയത്ത് വേറൊരാളെ കൊണ്ടുവന്ന് സെക്സ് ചെയ്താൽ നിങ്ങൾക്ക് സമ്മതിക്കൂ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അതെ. അത്തരം ഒരു കോണ്ടെക്സ്റ്റ് ഇദ്ദേഹം ഇവിടെ ഇട്ട് ആ ഹദീസിൽ നിങ്ങൾക്ക് കിട്ടുമോ? അതായത് ഹഫ്സയുടെ വീട്ടിൽ കൊണ്ടുപോയി സെക്സ് ചെയ്യുന്ന അതിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബ്രദറെ. താങ്കൾ കേൾക്കൂ. ഞാൻ നിങ്ങളുടെ സോഴ്സസ് തന്നെയാണ് വായിക്കുന്നത്. നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് താങ്കൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞങ്ങള് നിങ്ങളുടെ സോഴ്സിൽ നിന്ന് വായിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സോഴ്സ് അനുസരിച്ച്, നിങ്ങളുടെ സോഴ്സിൽ നിന്ന് ഞങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്ന കാര്യം അഥവാ ശരിയാണെങ്കിൽ മുഹമ്മദ് ചെയ്തത് തെറ്റായോ, ഇത്രയും ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ താങ്കൾ അങ്ങനെ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാവുന്ന വിധത്തിലാണല്ലോ തെളിവുകൾ ഓരോന്ന് തരുന്നത്. ഇപ്പൊ മുകളിൽ പിൻ ചെയ്തിരിക്കുന്നു, എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലേ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്നോടെ ഒന്ന് വായിച്ചേച്ച് പിന്നെ ഞാൻ വായിക്കുന്നതിനകത്തോട്ട് ഞാൻ പോകാം. അത് ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് that the messenger of Allah had a female slave with whom he had intercourse, but Aisha and Hafsa would not leave him alone until he had that she was forbidden for him. Then Allah the Mighty and Sublime revealed, O Prophet, why do you forbid for yourself that which Allah has allowed to you until the end of the verse. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ പറയുന്നത്. ഇനി ഞാൻ താങ്കൾക്ക് വേറൊരു സോഴ്സിൽ നിന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാം. താങ്കൾ ഇത് അംഗീകരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങളുടെയൊക്കെ സോഴ്സിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് താങ്കൾ നോക്കൂ. എന്നിട്ട് താങ്കൾ, എനിക്കൊരു ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തലയിൽ ഞങ്ങൾ കെട്ടിവെക്കുകയാണെന്ന്. അല്ല ബ്രദറെ, ഒരിക്കലും അല്ല. ഞങ്ങൾ എന്തിനും നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ? ഇതൊക്കെ നിങ്ങളുടെ സോഴ്സസ് ആണ്. ഞങ്ങൾ റെഫറൻസും പറയുന്നുണ്ടല്ലോ. എനിവേ, ഞാനൊന്ന് വായിക്കാം. A 9th century hadith depicts Ibn Abbas asking Umar, O chief, ഇച്ചിരി ലോങ് ആണ് എങ്കിലും താങ്കൾക്ക് വേണ്ടിയിട്ട് വായിക്കുകയാണ്. O chief of the believers, who were the two ladies from among the wives of the Prophet, to whom Allah said, if you to return in repentance. അത് 66-4 വേഴ്സ് പറഞ്ഞേക്കുന്നത്. Umar replied, I am astonished at your question, O Ibn Abbas. They were Aisha and Hafsa. There is no certainty about this in Islamic tradition. Maududi identifies the two quarreling wives as Safiya and Maria the Copt. ഞാൻ അതിന്റെ മുമ്പോട്ട് വായിച്ചു പോവാണ്. The hadith continues by stating that Hafsa, one of Muhammad's wives, had been angering the Prophet by talking back to him. ഇത് പല വേർഷൻസ് ആണ്, ഒന്ന് ഓർത്തോണം. ഞാൻ പലതും വായിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഒരെണ്ണം ഞാൻ സ്ട്രെസ് ചെയ്ത് കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തമായിട്ട് അങ്ങ് വായിക്കുന്നതേ ഉള്ളൂ. സോ വെൻ ഉമർ ലേൺ ദാറ്റ് മുഹമ്മദ് ഹാഡ് ഡിവോഴ്സ്ഡ് ഓൾ ഹിസ് വൈഫ്സ്, ഹി വാസ് നോട്ട് സർപ്രൈസ്ഡ്. In fact, he was jubilant. Hafsa is a ruined loser. I expected that would happen someday. Umar explained that the Prophet did not go to his wives because of the secret which Hafsa had disclosed to Aisha, and he said that he would not go to his wives for 1 month as he was angry with them when Allah admonished him for his oath that he would not approach Maria. ഇതാണ് അതിന്റെ സെന്റർ പോയിന്റ് ബ്രദറെ. When 29 days had passed, the Prophet went to Aisha first of all. ഇതാണ് ലീ സിസ്റ്റർ മെൻഷൻ ചെയ്തത്. ഇനി the background, ഇതാണ് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. The background of this, according to Islamic tradition, is that Hafsa had caught Muhammad in bed with Maria the Copt on the day he was supposed to spend with Hafsa. Muhammad promised to stay away from Maria and asked Hafsa to keep the matter a secret, but Hafsa told Aisha. Then Allah stepped in with the revelation of the threat in this passage that Muhammad could simply divorce the companions. ഇനിയുണ്ട്, ഇതങ്ങ് നീണ്ടു കിടക്കുക. അപ്പോ ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ
ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സമ്മതിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള സഹീഹായിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമോ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ, ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ താങ്കളുടെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, അഥവാ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ എഴുതിയിരിക്കുന്നത് അഥവാ ശരിയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ അംഗീകരിക്കണം എന്നല്ല പറയുന്നത്, അഥവാ ശരിയാണെങ്കിൽ മുഹമ്മദ് ചെയ്തത് തെറ്റല്ലേ? ദാറ്റ്സ് ഇറ്റ്. ബ്രദർ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ റിപ്ലൈ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് മനസ്സിലാക്കിക്കോളാം. യു ഹാവ് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് താങ്കളെ സംബന്ധിച്ച്. യെസ് നോ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. വി വിൽ ലീവ് യു അലോൺ. നോ വറീസ്. ഓക്കെ. തെറ്റ് ആര് ചെയ്താലും തെറ്റാന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല ബ്രദറെ. താങ്ക് യു. ഞാൻ ഇപ്പൊ അത് ആരായാലും അത് ഇപ്പൊ, പക്ഷെ നിങ്ങള് ഇവിടെ പറയുന്ന ഇപ്പൊ ഈ ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചത് എന്താണ്, ഇങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന ചോദ്യം എന്താണ്, ഭാര്യയുടെ കടപ്പറയിൽ വെച്ച് മറ്റൊരു സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധം നടത്തിയാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള, അതാണ് ചോദിച്ചത്. അത്ര ഞാൻ പറഞ്ഞു, അത്ര ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പ്രൂഫായിട്ട് നിങ്ങൾ ഇപ്പൊ ബ്രദർ വായിച്ച തഫ്സീറിന്നാണ്. തഫ്സീറിന്ന് പലതും കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിന് മുന്നേ സുനിൽ ഇട്ടിരിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ ആദ്യം പറയാനുള്ളത്. പക്ഷെ അതിൽ പറയുന്നത് എന്താ, സ്ലേവുമായിട്ട് ഇന്റർകോഴ്സ് നടന്നു എന്നുള്ളൊരു കാര്യമാണ്. സ്ലേവുമായിട്ട് ഇന്റർകോഴ്സ് അനുവദനീയമാണ് ഇസ്ലാമില്. അത് അനുവദനീയമായിട്ടൊരു കാര്യമാണ്. പക്ഷെ അത് ഉടമപ്പെടുത്തിയതുമായിട്ട് മാത്രം, വലങ്കൈ ഉടമപ്പെടുത്തി, അതായത് യുദ്ധം മുതലായിട്ട് പിടിച്ചതില്ലെന്ന് മാത്രം. ഇത് മാരിത്തുൽ കിപ്തി യുദ്ധം മുതലായിട്ട് കിട്ടിയതല്ല. അല്ല, സ്ലേവിനെ ഉദ്ദേശിച്ചാണ് വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അവരിൽ അദ്ദേഹത്തിന് മകനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലതുകൈ ഉടമപ്പെടുത്തിയതല്ലോ, അവർക്ക് ഇതായിട്ട് കിട്ടിയതാണ്. എന്താ പറയാ, ഈജിപ്തിന്ന് കിട്ടിയതാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് സംവാദത്തിൽ സംസാരിക്കണ്ടായിരുന്നു അതൊക്കെ. അപ്പൊ അത്തരം ഒരു കാര്യം, അപ്പൊ ഇവിടെ ബ്രദർ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, ഭാര്യയുടെ കിടപ്പറയിൽ വെച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട എന്നുള്ള ഒരു ഇഷ്യൂ ആണ് എന്റെ അടുത്ത് ഇവിടെ റേസ് ചെയ്ത്. അത്തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പോലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത് വാദിക്കുകയാണ് മറ്റുള്ള തഫ്സീറിൽ നിന്നും പലരുടെ അഭിപ്രായങ്ങളെ വെച്ചുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റാണെന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ. മേളിൽ ഇട്ടേക്കുന്ന ഹദീസ്, സുനിൽ ബ്രദർ പോസ്റ്റ് ചെയ്തേക്കുന്ന ഹദീസ് ഈ മാരിത്തുൽ കിപ്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? മാരിത്തുൽ കിബ്തുമായി ബന്ധപ്പെട്ട ഹദീസ് അത് ഹഫ്സയുടെ കടപ്പറയിൽ വെച്ചാണെന്ന് എവിടെയെങ്കിലും അതിൽ പറയുന്നുണ്ടോ? തഫ്സീർ അല്ല, ഹഫ്സയുടെ കടപ്പറയിലാണെന്നാണല്ലോ പറയുന്നത്. ഹഫ്സ അല്ലേ പ്രശ്നം ഉണ്ടായത്? തഫ്സീർ അല്ല, ചില തഫ്സീർ. പക്ഷെ ഹഫ്സയാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, ഹഫ്സയാണല്ലോ ഇത് ആദ്യം കണ്ടുപിടിച്ചത്. അതിനുള്ള വേറെ കാരണം ഉണ്ടായിക്കൂടെ? ഇതിപ്പോ ആയിഷയുടെ വീട്ടിലായിരുന്നെങ്കിൽ ഹഫ്സ എങ്ങനെ ആദ്യം തിരിച്ചറിയും? അലൻ ബ്രദറെ, ഇദ്ദേഹം ഇപ്പൊ ഇവിടെ പ്ലേറ്റ് മാറ്റി വെച്ചു. ഇവിടെ പ്ലേറ്റ് മാറ്റി വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സംഭവം നടന്നു, പക്ഷെ അത് സ്ലേവ് അല്ലായിരുന്നു, അത് ചെയ്യാമായിരുന്നല്ലോ. മനസ്സിലായോ? പ്ലേറ്റ് മാറ്റി ഇവിടെ സംഭവം നടന്നത്. പക്ഷെ ഇവിടെ ഇല്ല, ഞാനത് തീർക്കട്ടെ. താങ്കൾ ഇത്രയും സമയം പറഞ്ഞു. നിങ്ങള് തഫ്സീറിനെ തള്ളി 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ തഫ്സീറാണ് വായിച്ചത്. 9-ാം നൂറ്റാണ്ടിൽ എഴുതി എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്റെ തഫ്സീർ വായിച്ചിട്ട് നിങ്ങൾ അതിനെയും തള്ളി. നിങ്ങൾ തള്ളി നിങ്ങൾ എന്തൊക്കെ തള്ളും? ഈ 12 വചനങ്ങൾ, ഞാൻ ആദ്യമായി ചോദിക്കുന്നത്, 12 വചനങ്ങൾ ഇല്ലാത്ത സംഭവത്തെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത് ഖുറാനില്? സൃഷ്ടിക്ക് 50,000 വർഷം മുമ്പ് ഇല്ലാത്ത ഒരു സംഭവത്തെ പറ്റി ഇത്ര വിശദമായിട്ട് അള്ളാഹു എഴുതിയിരിക്കുന്നു. ഞാൻ നിനക്ക് അനുവദനീയമാക്കി തന്നത് നീ എന്തിനാണ് നിങ്ങളുടെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് നീ നിഷിദ്ധമാക്കുന്നത്? തേൻ കുടിക്കുന്ന കാര്യമാണോ ഇത്? ഒന്ന് സാറേ. എത്ര വെളുപ്പിച്ചാലും വെളുപ്പിക്കാത്ത കാര്യം നിങ്ങൾ ഇരുന്നോണ്ട് വെളുപ്പിക്കാൻ നോക്കിയാൽ എവിടെ? 1300 വർഷമായിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ഈ ബ്രദർ നിങ്ങളോട് താഴ്മയായി അപേക്ഷിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ? അത് പറയാനും താങ്കൾക്കിതില്ല. അതായത് യു ഡോണ്ട് ഹാവ് എനി ആത്മാർത്ഥതയില്ല, സിൻസിയറിറ്റി ഇല്ല. വെറുതെ നുണ പറഞ്ഞ് പെയിന്റ് അടിക്കാനായിട്ടാണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. അബ്സല്യൂട്ട്ലി, വേറൊന്നിനുമല്ല. ഇത്ര മാത്രം താങ്കൾക്ക് പറയാമോ? ഞങ്ങളുടെ പ്രവാചകന് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇത് തെറ്റായ ഒരു നടപടിയാണ്. ഈ സ്ത്രീയെ
ഈ സ്ത്രീയെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഭാര്യമാരെന്തിനെതിർത്തു? ഓൾറെഡി 44 വേറെ പേരുകളുടെ പേരുണ്ട്, ശരീരം ദാനം ചെയ്യാൻ വരുന്നവരുണ്ട്. അവരെ പറ്റി ഒന്നും ഇങ്ങനെ പ്രശ്നമില്ല. ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ എന്തിനെതിർത്തു? എന്തുകൊണ്ട് ഈ കാര്യം വലിയ പ്രശ്നമായി? 29 ദിവസം പുള്ളിക്കാരൻ ഭാര്യമാരോട് പിണങ്ങി. അത് തേൻ കുടിച്ചത് കാര്യമാ? സോ സം സിൻസിയറിറ്റി, ഒരല്പം, ഒരു ലേശം സിൻസിയറിറ്റി. ബട്ട് യു ഡോണ്ട് ഹാവ് ദാറ്റ്. നൺ ഓഫ് ദ ദാവക്കാർക്ക് ഒരാൾക്കും ഇല്ലാത്തതാണ്. ഇതിനാണ് ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളുടെ തഖിയ. മുസ്ലിമിനെ വെളുപ്പിക്കാനായിട്ട്, ഇസ്ലാമിനെ വെളുപ്പിക്കാൻ യു ക്യാൻ യൂസ് തഖിയ. ഈ തഖിയ എത്ര കാലം കൊണ്ട് നടക്കും? ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സത്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് യു ക്യാൻ ഗോ. അല്ല, പുള്ളി ഇതൊരു തെറ്റായ കാര്യമാണോ അല്ലയോ എന്ന് അതേലും മിനിമം ഒന്ന് പറയൂ ഫാൽക്കൺ. ഇതെങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു തെറ്റായ കാര്യമാണോ അല്ലയോ അതേലും പറ. ഞാൻ ഇവിടെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത് പറയുന്നതിൽ ഒരു അർത്ഥം തന്നെ ഇല്ല. ഞാൻ പറഞ്ഞു ഇത്രയൊരു സംഭവം നടന്നിട്ടില്ല, അതിനൊരു തെളിവ് നിങ്ങൾക്ക് തരാനില്ല. പിന്നെ നിങ്ങൾ ഇത് വാദിക്കുകയാണ്, ഇത് നമ്മുടെ തല കെട്ടിയേൽപ്പിക്കുകയാണ് നിങ്ങൾ. പിന്നെ ഇപ്പൊ ഒരു തെറ്റായ കാര്യം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റായ ഒരു സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ വെച്ച് മറ്റൊരാളെ കൊണ്ടുവന്ന് ചെയ്യുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. ഞാനത് 100% സമ്മതിക്കണം. പക്ഷെ അത്തരം ഒരു കാര്യം നടന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ട്? നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ സംവാദ വേദിയിലും പലരും അത് പറയാൻ നോക്കിയെന്ന് ഇൻഡയറക്ട്ലി പറയാൻ നോക്കി. പക്ഷെ ഇത്തരത്തില് ക്ലബ് ഹൗസിലും അതിന്റെ സൗകര്യം കിട്ടാത്തത് കൊണ്ട് അത് നടന്നില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യം നടന്നു എന്നുള്ളത് നിങ്ങളാണ് പ്രൂവ് ചെയ്യാൻ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ കിടന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു കാര്യം തെറ്റാണെന്ന്? ഞങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? അത് എന്റെ ഇത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ താങ്കൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ? ഭാര്യയുടെ ഇവിടെ താങ്കൾ വേറെ ആളെ കൊണ്ട് താങ്കൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ? അല്ല, താങ്കൾക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിച്ചു? അല്ല, എന്നോട് ആ ചോദ്യം ചോദിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? മാരിത്തുൽ കിപ്തിയുടെ കാര്യം നടന്ന സംഭവം അല്ല എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? പറയൂ. അത്തരം ഒരു പ്രൂഫ് ഞങ്ങളുടെ ഒരു സ്ക്രിപ്ചറിലും ഇല്ല. അന്നേരം നിങ്ങളുടെ ഹദീസും ഈ തഫ്സീറും ഒന്നും നിങ്ങളുടെ സ്ക്രിപ്ചർ അല്ലേ? ഹദീസിൽ എവിടെ ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഞാൻ ചോദിച്ചു. ഹദീസിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി അതിലെവിടെയാണ് ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ ആ മാരിയത്തിനെ കൊണ്ടുവന്നു പറയുന്നത്? അതൊന്ന് പറഞ്ഞതാട്ടെ. പിന്നെ ആരുടെ കിടപ്പറയിലായിരുന്നു? ആയിഷയുടെ കിടപ്പറയിലായിരുന്നു. അവരുടെ സ്വന്തം കിടപ്പറയായിക്കൂടെ? അവരുടെ സ്വന്തം കിടപ്പറയായിക്കൂടെ മാരിയത്തിന്റെ? സ്വന്തം കിടപ്പറയായാലും കുഴപ്പമില്ല. അന്നേരം കോപ്റ്റിക് മാരിയത്തൂടെ ആള് കോപ്റ്റിക് മാരിയത്ത് തന്നെയായിരുന്നു അല്ലേ? കോപ്റ്റിക് മാരിയത്തിന്റെ കിടപ്പറയിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റാണെന്നാണ് നിങ്ങളിപ്പോ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ആരുടെ കിടപ്പറയിലും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പം ഈ നിങ്ങളെ മുഹമ്മദ് പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ആരുടെ കൂടെ ആയിരുന്നു? ഹഫ്സയുടെ കൂടെ ആയിരുന്നോ? ആയിഷയുടെ കൂടെ ആയിരുന്നോ? കോപ്റ്റിക് മാരിയത്തിന്റെ കൂടെ ആയിരുന്നോ? കാരണം ഇത് പിടിച്ചത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് അവഹേളനമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആയിക്കോ. എന്നെ എവിടെ പിടിച്ചിട്ടുണ്ട് ആവശ്യമില്ല. ഞാൻ ഹദീസ് വായിച്ചിട്ട് എനിക്ക് എന്താണ് അതിന്റെ അകത്തുനിന്ന് മനസ്സിലായത്, ഞാൻ അതാ പറയുന്നത്, അല്ലാതെ അവഹേളനമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായ ഹദീസ് വായിച്ചിട്ട്? ഇപ്പൊ മോളിൽ കിടക്കുന്ന ഹദീസ് വായിച്ചിട്ട് എന്ത് മനസ്സിലായി? എനിക്ക് ഹദീസ് വായിച്ചിട്ട് ആ ഹദീസിന്റെ അകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് ആണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, അതായത് മുഹമ്മദ്, ഹാഡ് എ ഫീമെയിൽ സ്ലേവ്, അതായത് മരിയത്ത്, ഹും ഹി ഹാഡ് ഇന്റർകോഴ്സ് എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമല്ലോ? സെക്ഷൽ ഇന്റർകോഴ്സ്. ബട്ട് ആയിഷ ആൻഡ് ഹഫ്സ വുഡ് നോട്ട് ലീവ് ഹിം അലോൺ. ആയിഷയും ഹഫ്സ ഈ കാരണത്താൽ ഇത് പ്രശ്നം ഉണ്ടാക്കി. Until he said that she was forbidden for him. എനിക്കത് മരിയത്തുൽ കിബ്തി നിഷിദ്ധമാണ് എന്ന് പറയുന്നിടം വരെ അവിടെ പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം അള്ളാഹു എന്താണ്, ഓ പ്രോഫറ്റ്, വൈ ഡു യു ഫോർബിഡ് ഫോർ യുവർ സെൽഫ് ഫോർ വിച്ച് അള്ളാഹ് ഹാഡ് അലോട്ട് ടു യു അണ്ടിൽ ദ എൻഡ് ഓഫ് ആ ആയത്ത്, അതായത് സൂറത്തുൽ തഹ്രീമിന് 1ാമത്തെ ആയത്ത് അന്നേരം ഇറക്കിയതാണ് അള്ളാഹു. അന്നേരം അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ആ ഹദീസിന്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്: മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് ഹാഡ് എ ഫീമെയിൽ സ്ലേവ് വിത്ത് ഹും ഹി ഹാഡ് സെക്ഷൽ ഇന്റർകോഴ്സ്. അതിൽ കൂടുതൽ എന്താണ് ഇപ്പൊ പ്രശ്നം? സെക്ഷൽ ഇന്റർകോഴ്സ് ഫീമെയിൽ സ്ലേവ് ആയിട്ട് നടത്തി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്?
അത് ഇസ്ലാമിൽ അലൗഡ് ആണ്. ഇസ്ലാമിലെ ഇത് ഫീമെയിൽ സ്ലേവ് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് അലൗഡ് ആണ്. അത് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി, ഇബ്രാഹിം എന്ന പേരിലുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. വെരി ഗുഡ്. അത്രയും പറഞ്ഞതിന് നന്ദി. അല്ല, പിന്നെ ഇതൊന്നും ആർക്കും അറിയില്ലാത്ത കാര്യമാണോ? ഇതിനൊക്കെ പ്രൂഫ് ഉള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ വയ്ക്കുന്ന അലിഗേഷൻ എന്താണെങ്കിലും അലൻ മനസ്സിലാക്കുക. ബ്രദർ എന്നോട് ചോദിച്ചത് എന്താണ്? സ്വന്തം ഭാര്യയുടെ, അതായത് മാരിത്തുൽ കിപ്തിയുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതല്ലേ? അങ്ങനല്ലേ താങ്കൾ സമ്മതിച്ചേ? സുഹൃത്തെ, ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ ആദ്യം ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കി സംസാരിക്കും. ഇവിടെ പ്രശ്നം എന്താണ്? സ്വന്തം മറ്റൊരു ഭാര്യയുടെ കിടപ്പറയിൽ വേറൊരാളെ കൊണ്ടുവന്ന് സെക്സ് നടത്തി എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അല്ലാണ്ട് സ്ലേവുമായിട്ട് സെക്സ് നടത്തിയ കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല. അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഈ മാര്യ ആരുടെ സ്ലേവ് ആയിരുന്നു? മാര്യ രാജാവിന്റെ സ്ലേവ് ആയിരുന്നു. അവര് പ്രോഫറ്റിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. പ്രോഫറ്റിനാണോ ഹഫ്സയ്ക്കാണോ? പ്രോഫറ്റിനാണെന്നാണ് എന്റെ അറിവ്. അതൊന്ന് കണ്ടുപിടിക്കൂ. പ്രോഫറ്റിന് ഇത് മാത്രമല്ല, മറ്റുള്ള കുറെ വസ്തുവകളൊക്കെ ആയിട്ട് കുറെ സംഗതികൾ ഒരു രാജാവ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടായിരുന്നു. അതിലുള്ള ഒരാളാണ് മാരിയത്ത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങളുടെ 33-50 വായിച്ചാല് അതിന്റെ അകത്ത് ആയത്ത് വായിച്ചിട്ട് താഴോട്ട് വരുമ്പോ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അന്നേരം പക്ഷെ ഈ കോപ്റ്റിക് മാരിയത്ത് അതായത് ഈ മാരിയത്തുൽ കിപ്തി വലങ്കൈ ഉടമപ്പെടുത്തിയതായ, അതായത് യുദ്ധത്തിൽ കൊള്ള മുതലായിട്ട് കിട്ടിയ ആളല്ലല്ലോ. ഇത് ഒരു രാജാവ് കൊടുക്കുന്നതല്ലേ. അന്നേരം അതെങ്ങനെ വലങ്കൈ ഉടമപ്പെടുത്തിയതാവുന്നേ? വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിന് അടിമ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് യുദ്ധത്തിൽ കിട്ടണമെന്ന് അങ്ങനെ പറയുന്ന വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് വെച്ചാൽ കൊള്ളയടിക്കാൻ പോകുമ്പം അവിടുത്തെ ഭർത്താക്കന്മാരെ എല്ലാം വെട്ടിക്കൊന്നിട്ട് ആ ഭാര്യമാരെ പിടിച്ചോണ്ട് വരുന്നതാണ് വലങ്കൈ ഉടമപ്പെടുത്തി എന്ന് പറയുന്നത്. കൊള്ള മുതലാണ് വലങ്കൈ വാർബൂട്ടി. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഗനീമത്ത് കേട്ടോ, ഗനീമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഗനീമത്ത് അല്ല, ഗനീമത്തിൽ പെടുന്നതാണ് ഈ നിസ്സാമാരെല്ലാം. അല്ല, വലങ്കൈ ഉടമപ്പെടുത്തിയ എന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ കിട്ടുന്ന ആള് മാത്രമാണെന്നുള്ളതിന് എന്തെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുണ്ടോ? വലങ്കൈ ഉടമപ്പെടുത്തി എന്ന് പറയുന്നത് അടിമയായിട്ടുള്ളവരെ പറയുന്നതാണ് വലങ്കൈ ഉടമപ്പെടുത്തി വരുന്നത്. പിന്നെ വലങ്കൈ എന്ന് പറയുന്നത്, വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത് പിന്നെന്തുവാ? അത് അറബിയിലെ ഒരു പ്രയോഗമാണ് സുഹൃത്ത്, അറബിയിലെ ഒരു പ്രയോഗമാണ് സഹോദര. വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്യാൻ പോയിട്ട് അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ പോയിട്ട് വലത്തെ കൈ കൊണ്ട് പിടിച്ചോണ്ട് വരുന്നത്. അതുകൊണ്ടാണ് വലങ്കൈ ഉടമപ്പെടുത്തി എന്ന് പറയുന്നത്. നമ്മൾ കൈയടക്കി എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. വലങ്കൈ എന്ന് പറഞ്ഞത്, വലങ്കൈയിലാണ് ഇവരുടെ ചാട്ടുളിയും വാളും വെട്ടുകത്തി കുന്തമൊക്കെ ഇരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ആണുങ്ങളെ കൊല്ലുക. ആണുങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് അവരുടെ സ്വത്തുക്കളും സ്ത്രീകളും പെണ്ണുങ്ങളെയും അവരുടെ വസ്തുവകകളെയും ആ വലത് കൈയിലിരിക്കുന്ന ആ ആയുധം ഉപയോഗിച്ച്, ആ ആയുധം മൂലമാണ് ഇവര് കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വലങ്കൈ ഉടമപ്പെടുത്തിയത് എന്ന് പറയുന്നത്. അത് പൊതുവായിട്ട് സ്ലേവ്സിന് പറയുന്ന കാര്യമല്ല. കാരണം പലപ്പോഴും സ്ലേവ്സിനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അത് വാങ്ങിക്കൊണ്ട് വരുന്ന സ്ലേവ്സ്, പിന്നെ സ്ലേവ്സിനെ അവർ അന്യോന്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യും, ഇവരുടെ ഇടയ്ക്കുള്ളവരെ തന്നെ. അതൊന്നും വലങ്കൈ ഉടമപ്പെടുത്തിയത് വേറെ, വാങ്ങുന്ന സ്ലേവ്സ് വേറെ, പിന്നെ വല്ല രാജാക്കന്മാരും കൊടുത്തയക്കുന്ന സ്ലേവ്സ് വേറെ. അപ്പൊ ഈ മാരിയത്ത് കിപ്തിയെ ഇങ്ങനെ അവരെയും അവരുടെ ഒരു സഹോദരനെയും അവരുടെ ഒരു വേറെ സിസ്റ്ററിനെയും 3 പേരെ ഈജിപ്തിലുള്ള ഏതോ ഒരു ആള് കൊടുത്തയച്ചിരുന്നു ഗിഫ്റ്റായിട്ട്. ആ ഗിഫ്റ്റായിട്ട് കിട്ടിയതില് ഈ സ്ത്രീ മുഹമ്മദിന്റെ ഭാര്യയാക്കപ്പെട്ടിട്ടില്ല, നിക്കാ ചെയ്തിട്ടില്ല, വലങ്കൈ ഉടമപ്പെടുത്തിയതല്ല. ഈ സ്ത്രീക്ക് ഒരു റെസ്പെക്റ്റബിൾ പൊസിഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്റെ ഒരു ഭാര്യയായ ഹഫ്സയുടെ വീട്ടിൽ മെയ്ഡായിട്ട് അവളെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോ അവളുമായിട്ട് ഈ ബന്ധപ്പെട്ടതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ആംഫാൽക്കൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ആംഫാൽക്കൻ, അയാളുടെ സ്വഭാവം അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവമായിരുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഭാര്യമാരവിടെ പ്രശ്നമുണ്ടാക്കിയത്?
എന്തുകൊണ്ടാണ് മുഹമ്മദിന് 29 ദിവസം മാറി താമസിക്കേണ്ട വിധത്തിൽ ഇവരെ എല്ലാത്തിനെയും പുള്ളിക്കാരൻ തലാക്ക് ചെയ്യാൻ റെഡിയായത്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കി അള്ളാഹു 12 ആയത്തിറക്കേണ്ടി വന്നത്? ഇത് എത്ര ചെറിയ പ്രശ്നമാണ്. എത്രയോ സ്ത്രീകളെ ഈ പുള്ളിക്കാരൻ റേപ്പ് ചെയ്തിരിക്കുന്നു, വെട്ടിക്കൊന്നിരിക്കുന്നു, അതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഭാര്യമാര് പറഞ്ഞു ഈ സ്ത്രീയോട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഭാര്യമാർക്ക് അത് പറയാൻ അവകാശമുണ്ടായത്? ഇത് വലതുകൈ ഉടമപ്പെടുത്തി പിടിച്ചുകൊണ്ട് വന്നതോ വാങ്ങിക്കൊണ്ട് വന്നതോ അല്ല. ഇത് സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. ഈ സ്ത്രീയോട് ഇയാളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് ചെയ്തപ്പോൾ ഭാര്യമാര് എതിർത്തു. അതുകൊണ്ട് എല്ലാരെയും പോയി കയറി പിടിക്കാനൊന്നും സ്ത്രീകൾ അനുവദിക്കില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഇത് അള്ളാഹു ഇടപെടേണ്ടി വന്നു. അള്ളാഹു ഇടപെട്ട് ഇവരോട് താക്കീത് നൽകി. അവസാനം കുറെ പെണ്ണുങ്ങളെയും എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു. നിങ്ങൾ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞോണം, ഫറവോന്റെ ഭാര്യയെ പോലെ, അതുപോലെ മറിയം ബീവിയെ പോലെ. അതാണ് 66:12 പറഞ്ഞിരിക്കുന്നത്. അടങ്ങിയൊതുങ്ങി ജീവിച്ചോളണം എന്നും പറഞ്ഞിട്ട് മറിയം ബീവി അവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ 12 വാക്യങ്ങള് അള്ളാഹുവിന് ഇറക്കേണ്ട ഗതികേട് വന്നത് ഇയാള് ചെയ്തത് പെണ്ണുങ്ങൾ എതിർത്തത് കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. കുറച്ച് 10-11 പെണ്ണുങ്ങള് അവർക്കെതിരായിട്ട് അള്ളാഹുവും മലക്കുകളും സത്യവിശ്വാസികളും എല്ലാം എതിർത്ത് നിൽക്കുന്നു എന്നാണ് ഈ വായത്തുകളിൽ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. 2 പെണ്ണുങ്ങൾ മെയിൻ ആയിട്ട്, ബാക്കി പെണ്ണുങ്ങൾ കൂടെ. അതായത് ഈ പുള്ളിക്കാരൻ ഇത്രയും ഭാര്യമാരെ നിക്കാഹ് ചെയ്ത് വീട്ടിൽ കൊണ്ട് നിർത്തി ഇനി ഒരെണ്ണത്തിനെ കൂടി പോയിട്ട് ഇനി ഭാര്യയാക്കി കൊണ്ടുവന്നിട്ട് അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കാൻ ഇവരുടെ ഭാഗങ്ങളൊക്കെ കുറഞ്ഞു പോകും. മാത്രമല്ല ഈജിപ്തിൽ നിന്ന് വന്ന അതിസുന്ദരിയായ പെണ്ണായിരുന്നു അത്. അവൾ ഇവരുടെ എല്ലാം മേലെ കയറി വാഴാൻ ഇവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവരെല്ലാരും കൂടി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ അല്ലാഹു ആയത്തിറക്കി. ഇത്രയേ ഉള്ളൂ സംഭവം.